ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കറപ്പം അല്ലെങ്കിൽ കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പെർഫെക്റ്റ് റെസിപ്പി തന്നെയാണ് കേട്ടോ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. 2 മണിക്കൂറോളം വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തതാണ്. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങ ചിരവിയതും 1/2 കപ്പ് ചോറും പാടിട്ട് കൊടുക്കുക. ഒരു 2-3 ഏലക്ക ഇട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഈ റെസിപ്പി ഒരുപാട് പേര് ചെയ്തിട്ട് അടി കരിഞ്ഞു പോണു, നന്നായി വരുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് ഇപ്പോഴും. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. സിമ്പിൾ റെസിപ്പിയാണ്, എന്നാൽ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം, എന്നാലുള്ളൂ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ 250 ഗ്രാം ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കുക. 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ട് 2 കപ്പ് അരിക്ക് 2 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 1 കപ്പ് പച്ചരി ഒന്ന് അരച്ചെടുക്കാനും 1 കപ്പ് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കാനും. അപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ചെറിയ ചൂട്, അധികം ചൂടാവരുത് കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇതൊരു മണിക്കൂറെങ്കിലും അരച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നാലാണ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പം തന്നെ ചുട്ടെടുത്താൽ എത്ര ആയാലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ. ഈ ഒരു ലൂസിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 2 കപ്പ് പച്ചരിക്ക് 2 കപ്പ് വെള്ളം ആണെങ്കിൽ കറക്റ്റ് ആയിരിക്കും ആ ലൂസൊക്കെ. ഇനിയിപ്പോൾ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ആക്കിയിട്ട് തന്നെ 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇത് ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അലൂമിനിയം കുക്കറിൽ തന്നെ ചുട്ടെടുക്കണം കേട്ടോ. സ്റ്റീൽ കുക്കർ ഉപയോഗിച്ചിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ അടി കരിഞ്ഞു പോവും. ഇനിയിപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് കാഷ്യും തേങ്ങാ പീസും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കുക. ഞാനിപ്പോൾ ചെറിയ കുക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പകുതിയാണ് ഒഴിക്കുന്നത്. നിങ്ങൾ 5 ലിറ്ററിൻ്റെ കുക്കറാണെന്നുണ്ടെങ്കിൽ മാവ് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വിസിൽ ഊരിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 20 മിനിറ്റ് വെച്ച് കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുക. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒന്നും ചെയ്യേണ്ട, നേരെ ഒരു പാത്രം വെച്ചിട്ട് തട്ടി കൊടുത്താൽ കറക്റ്റ് ആയിട്ട് കിട്ടും. അടിയൊന്നും കരിഞ്ഞു പോവാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഒന്ന് തണുത്തതിന് ശേഷം വേണം അങ്ങനെ തിരിച്ച് കൊട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.